നമ്മുടെ വായിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കിനും നാം ഉത്തരവാദികളായിരിക്കണം. ഒരു വ്യക്തി തന്റെ നാവിനെ നിയന്ത്രിക്കാനാകുമെങ്കിൽ അവൻ തന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാനും കഴിയും. അവൻ ചുറ്റുള്ള ബന്ധങ്ങൾ സംരക്ഷിക്കാനും കഴിയും. അവൻ തന്റെ ആത്മീയ ജീവിതത്തിൽ ഉറച്ചു നിൽക്കാനും കഴിയും. ദൈനംദിന ധ്യാനം. നിന്റെ നാവിനെ ദുഷ്ടതയിൽ നിന്ന്, നിന്റെ അധരങ്ങളെ കപടം സംസാരിക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കൂ. സങ്കീർത്തനം 34:13. ദാവീദ് പറയുന്നു, നിന്റെ നാവിനെ ദുഷ്ടതയിൽ നിന്ന് സംരക്ഷിക്കൂ. അതർത്ഥമാക്കുന്നത് മറ്റുള്ളവരെക്കുറിച്ച് മോശമായി സംസാരിക്കൽ, അവരെ തെറ്റായി കുറ്റപ്പെടുത്തൽ, മറ്റുള്ളവരുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന ദുഷ്ടമായ വാക്കുകളും പ്രവൃത്തികളും ഉപയോഗിക്കൽ എന്നിവയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അത് പാവാണ്. ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ വഴികൾ കാത്തു സൂക്ഷിക്കും, എന്റെ നാവിലൂടെ പാപം ചെയ്യാതിരിക്കാനായി. ദുഷ്ടരെന്റെ മുമ്പിലിരിക്കുമ്പോൾ ഞാൻ എന്റെ വായിൽ കുരുക്കിടും. സങ്കീർത്തനം 39. അതിനാൽ നമ്മുടെ വായിൽ നിന്ന് പുറത്തുവരുന്ന വാക്കുകളെക്കുറിച്ച് നാം അത്യന്തം ജാഗ്രതയോടെ ഇരിക്കണം. നാം നമ്മുടെ നാവിനെ എങ്ങനെ നിയന്ത്രിക്കുന്നു എന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ദിശ നിർണ്ണയിക്കുന്നത്. ഒരു വ്യക്തി തന്റെ നാവിനെ നിയന്ത്രിക്കുകയാണെങ്കിൽ അവൻ തന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയും. അവൻ ചുറ്റുമുള്ള ബന്ധങ്ങൾ സംരക്ഷിക്കാനും കഴിയും. അവൻ തന്റെ ആത്മീയ ജീവിതത്തിലെ ഉറച്ചു നിൽക്കാനും കഴിയും. നാവിനെ നിയന്ത്രിക്കാതെ നാം വിശുദ്ധമായ ജീവിതം നയിക്കാൻ കഴിയില്ല. ഒരു വ്യക്തി നല്ലവനും സമ്പൂർണ്ണ വ്യക്തിയുമാകാനുള്ള അടിസ്ഥാനം അവന്റെ വായിൽ നിന്ന് പുറത്തുവരുന്ന വാക്കുകളിലാണ്. നമ്മുടെ നാവിന് നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനമുണ്ട്. നമ്മുടെ നാവിലൂടെ സംസാരിക്കുന്നതാണ് നമ്മുടെ ചിന്തകളെ രൂപപ്പെടുത്തുകയും വിശ്വാസങ്ങളെ വളർത്തുകയും ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിലെ വെല്ലുവിളികളിലൂടെയും ദൈവം നമ്മോടൊപ്പമുണ്ടെന്നും അവനിത് ചെയ്യാൻ കഴിയുമെന്നും നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസത്തിന്റെ വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് പുറത്തു വരില്ല. എന്നാൽ ഈ സെയിംഗ് നാവിന് അഭിമാനവും വ്യർത്ഥതയും നിറഞ്ഞ വാക്കുകൾ സംസാരിക്കാൻ കഴിയുന്നവയുമാണ്. നാം എവിടെയും എന്ത് സംസാരിക്കണമെന്നതിൽ പരിശുദ്ധാത്മാവാണ് നമ്മെ നയിക്കുന്നത്. പലപ്പോഴും പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കാതെയും സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെയും ദൈവത്തിന്റെ പദ്ധതിയെ തിരിച്ചറിയാതെയും ഫലങ്ങൾ എന്താകുമെന്നറിയാതെ നമ്മൾ സംസാരിക്കുന്നു. അതിനാൽ നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും അവരോടുള്ള കടുത്ത മനോഭാവം നമ്മിൽ വളരുകയും ചെയ്യുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുമ്പോൾ നമ്മുടെ വാക്കുകൾ ദൈവീകവും അഭിമാനരഹിതവും ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതുമാവും. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കും. കാരണം നമ്മളൊക്കെയും പല കാര്യങ്ങളിലും ഇടരുന്നവരാണ്. വാക്കിലിടറാത്തവൻ പൂർണ്ണനായ മനുഷ്യനാണ്. അവൻ തന്റെ മുഴുവൻ ശരീരത്തെയും നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ്. യാക്കോബ് 3-ാം. ഈ നാവ് നിയന്ത്രിക്കാൻ അത്യന്തം ബുദ്ധിമുട്ടാണ്. നമ്മുടെ നാവിലൂടെ ഒരു വാഗ്ദാനം ചെയ്താലേ അത് നമുക്ക് ലംഘിക്കരുത്. നമ്മുടെ വാക്ക് പാലിക്കുന്നതിൽ ഇത്രയും അശ്രദ്ധയില്ലാതെ കഴിയുന്നവരായാൽ നമ്മുടെ മുഴുവൻ ശരീരത്തെയും നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുമായിരുന്നു. നമ്മുടെ വായിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കിനും നാം ഉത്തരവാദിത്വം വഹിക്കേണ്ടതുണ്ട്. നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിധിന്ന് നല്ലതുകൾ പുറപ്പെടുവിക്കുന്നു. ദുഷ്ടൻ തന്റെ ദുഷ്ടനിധിന്ന് ദുഷ്ടതകൾ പുറപ്പെടുവിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ പറയുന്ന ഓരോ നിർഫലമായ വാക്കിനും അവർ ന്യായവിധി നാളിൽ ഉത്തരവാദിത്വം വഹിക്കേണ്ടി വരും. മത്തായി 12:35-36. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. ആമേൻ.